ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന മലബാർ ചിക്കൻ ദം ബിരിയാണീൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അതിനായി ഒരു ചീനച്ചട്ടിയിലേക്ക് കുറച്ച് ഓയിലും നെയ്യും ഒഴിക്കുക. ചൂടായി വരുമ്പം ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് പൊരിച്ചെടുക്കുക. കുറച്ച് നട്ട്സും റേസിൻസും കൂടെ പൊരിച്ച് മാറ്റി വെക്കുക. ഈ ബാക്കിയുള്ള എണ്ണ നമുക്ക് റൈസ് ഉണ്ടാക്കുമ്പം അതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1/2 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഏകദേശം 5-6 പച്ചമുളക്, 8-10 വെളുത്തുള്ളി, 1/2 ഇഞ്ച് വലുപ്പമുള്ള ഇഞ്ചി ചതച്ചതാണ് ചേർത്തത്. എരിവൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. മുളക് പൊടി ചേർക്കാറില്ല. ഒരു സവാള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി, 1 ടീസ്പൂൺ പെരിഞ്ജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് കറിവേപ്പില, നെയ്യ്, വെളിച്ചെണ്ണ ഇതൊക്കെ ചേർത്ത് നന്നായിട്ട് ചിക്കൻ ഒന്ന് കുഴച്ച് മാറ്റി വെക്കുക. മിനിമം ഒരു അരമണിക്കൂർ അത് പിടിക്കാൻ വേണ്ടി വെക്കണം. കൂടുതൽ വെച്ചാൽ കൂടുതൽ ടേസ്റ്റാണ്. അരമണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കി തുടങ്ങാം. ഇതിനായി നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന ചിക്കൻ വളരെ ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പം ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി വരും. ഈ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര്, ഒരു ചെറിയ പിടി മല്ലിയില, അതിനേക്കാളും കുറച്ചുകൂടി കുറവായി പുതിനയില, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയിൽ നിന്ന് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെക്കുക. നമ്മുടെ ചിക്കൻ മസാല റെഡിയായി. ഇനി നമുക്ക് റൈസ് ഉണ്ടാക്കണം. ഇതിന് ഞാൻ കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളം എന്നാണ് കണക്ക്. അപ്പോൾ നമുക്കിവിടെ 3 കപ്പ് വെള്ളമാണ് വേണ്ടത്. ഒരു പാൻ ചൂടായി അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന എണ്ണയും നെയ്യും ചേർത്ത് ചൂടാക്കുക. അതിലേക്ക് ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുക. ഗ്രാമ്പു, പട്ട, ഏലക്ക, കുറച്ച് പെരിഞ്ജീരകം, 1 ടേബിൾ സ്പൂൺ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഒന്ന് ചെറുതായി ഫ്രൈ ചെയ്ത് 3 കപ്പ് വെള്ളം ഒഴിച്ച് തിളപ്പിക്കുക. ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ചധികം നിൽക്കുന്നതാണ് നല്ലത്, എന്നാലേ റൈസിലേക്ക് പിടിക്കുള്ളൂ. കുറച്ച് ചെറുനാരങ്ങ നീരും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയതാണ്. കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കുക. നന്നായി തിളച്ച് അരിയും വെള്ളവും ഒരേ ലെവലിലാവുമ്പം ഫ്ലെയിം നന്നായി കുറച്ച് അരി ഒരു 1/4 വേവാവുന്നത് വരെ വേവിച്ചെടുക്കുക. റൈസ് മുഴുവനായിട്ട് വെന്ത് പോവരുത്, നമുക്ക് ദം ചെയ്യാനുള്ളതാണ്. ഇനി ദം ചെയ്യാം. ഏറ്റവും മുകളിലത്തെ ലെയർ റൈസാണ് നമ്മൾ ഈ ചിക്കൻ്റെ മുകളിലിടുന്നത്. ഒരു ലെയർ റൈസ് ആഡ് ചെയ്യാം. ഇനി അതിലേക്ക് എന്തൊക്കെയാണ് ദം ചെയ്യാൻ വേണ്ടത് നോക്കാം. കുറച്ച് മല്ലിയില, പുതിന അരിഞ്ഞത്, നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, നട്ട്സ്, റേസൻസ്, കുറച്ച് ഗരം മസാല ഇതൊന്ന് തൂവി കൊടുക്കുക. ഇപ്പോൾ ഫസ്റ്റ് ലെയർ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ലെയർ റൈസ് ഇതിന് മേലെ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ 2 ലെയറേ ചേർക്കുന്നുള്ളൂ, കാരണം എനിക്ക് 2 കപ്പ് റൈസേ ഉള്ളൂ. ഇനി ഏറ്റവും മുകളിൽ ഇതേപോലെ നട്ട്സ്, റേസൻസ്, പിന്നെ കുറച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, ഫ്രൈഡ് ഉള്ളി, കുറച്ച് ഗരം മസാല, ഇത് കൂടാതെ 1 ടേബിൾ സ്പൂൺ റോസ് വാട്ടറിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് നമുക്ക് തൂവി കൊടുക്കാം. കുറച്ച് നെയ്യും ചേർക്കാം. റോസ് വാട്ടർ ഇല്ലെങ്കിൽ പാലായാലും മതി. ഇനി നല്ലൊരു അലുമിനിയം ഫോയിൽ വെച്ച് ഇതൊന്ന് മൂടി വെക്കുക. ആവി തീരെ പുറത്ത് പോകരുത്. അലുമിനിയം ഫോയിൽ വെച്ച് അതിൻ്റെ മുകളിലാണ് ഞാൻ അടപ്പിടുന്നത്. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു അരമണിക്കൂർ ബേക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇപ്പം സ്റ്റൗവിലാണ് വെക്കുന്നതെങ്കിൽ ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ്. അടിക്ക് പിടിക്കുന്ന പേടിയുണ്ടെങ്കിൽ ഒരു പാന് അടിയിൽ വെച്ചിട്ട് 10 മിനിറ്റ് വേവിച്ചാൽ മതി. ഇനി നമ്മൾ റൈസും മസാലയും മാറ്റി വെക്കുകയാണ്. ഏറ്റവും മുകളിലുള്ള റൈസ് അടിയിൽ വരണം. റൈസ് ഒന്നും കുഴഞ്ഞു പോയിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് കുക്കായി വന്നിട്ടുണ്ട്. മസാലയും അടിക്കൊന്നും പിടിച്ചിട്ടില്ല. ചിക്കനൊക്കെ വളരെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. ഇത് വളരെ എളുപ്പമുള്ള ഒരു ചിക്കൻ ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് കമൻസ് പറയണം കേട്ടോ.
വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരയ്ക്കും ബൈ.